ശ്രീനന്ദയ്ക്ക് വിട ചൊല്ലിയിരിക്കുകയാണിപ്പോൾ ചിക്മംഗളൂരു. രാത്രി 12 മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ഇനി ജന്മനാട്ടിലേക്കുള്ള അവസാന യാത്രയാണ് ശ്രീനന്ദയുടെ. സംസ്കാര ചടങ്ങുകൾ 12 മണിയോടെ തിരുവില്ലാമല പാമ്പാടി ഐവർമഠം ശ്മശാനത്തിലായിരിക്കും നടക്കുക. 10 മണിയോടെ മൃതദേഹം പാലക്കാട് കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിക്കും. അതേസമയം തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. ശരീരത്തിൽ പല ഭാഗങ്ങളിലും പോറലേറ്റ പാടുകൾ അടക്കമുണ്ട്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അസാധാരണമായ ഒന്നും കണ്ടെത്താനായിട്ടില്ല. മരച്ചില്ലകളിൽ തട്ടിയാകാം വസ്ത്രങ്ങൾ കീറിയതെന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം. ചിക്കമംഗളൂരുവിൽ നിന്ന് കെ വി ബൈജുവും പാലക്കാട് കടമ്പഴിപ്പുറത്ത് നിന്ന് സി വി അനുമോദും ചേരുന്നുണ്ട്. കെ വി ബൈജുവിലേക്ക് പോകുമ്പോൾ, ബൈജു, ഇപ്പോൾ ഇതാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇത് കാൽവഴുതി താഴേക്ക് വീണുണ്ടായ ഒരു അപകടം തന്നെയാണെന്നുള്ള നിഗമനത്തിലേക്കാണ് എത്തുന്നത്. അനുശ്രീ, അങ്ങനെ ഇപ്പോൾ കൃത്യമായി പറയാൻ സാധിക്കില്ല. കാരണം പ്രാഥമികമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇത് തന്നെയാണ്. തലക്കേറ്റ ആഴത്തിലുള്ള, അതായത് തലയുടെ വലതുഭാഗത്ത് ഏറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം അനുശ്രീ സൂചിപ്പിച്ചതുപോലെ ശരീരമാസകലം പോറലേറ്റ പാടുകളുണ്ട്. അതൊരു പക്ഷേ ഈ വലിയ 1500 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് വീഴുമ്പോൾ മരച്ചില്ലകൾക്കും മറ്റും തട്ടി പോറലേറ്റതാണ്. ആ വസ്ത്രം കീറിയ നിലയിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. അത് ഇത്തരത്തിൽ വസ്ത്രം കീറിയതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായത് ഈ ശ്രീനന്ദ എന്ന് പറയുന്ന 15 വയസ്സുകാരി ഏതെങ്കിലും തരത്തിൽ അതിക്രമം നേരിട്ടിട്ടുണ്ടോ എന്നതാണ്. ആ കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർണ്ണമായും എത്തിയാൽ മാത്രമേ ഒരു നിഗമനത്തിൽ എത്താൻ സാധിക്കും. ഇപ്പോഴും ഇതിൽ ഒരു അവ്യക്തതയുണ്ട്. കാരണം ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാഥമികമായി മാത്രം നമുക്ക് ലഭിച്ച ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണമെങ്കിൽ ശ്രീനന്ദയുടെ മൃതദേഹം 10 മണിയോടെ നാട്ടിലെത്തിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് ഒരുപക്ഷേ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണുണ്ടായ അപകടമാകാം. തലയ്ക്ക് പിന്നിലേറ്റ് മുറിവാണ്, ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം തന്നെ എല്ലുകൾക്കടക്കം നിരവധി ഒടിവുകളും മുറിവുകളും ഒക്കെ ദേഹത്ത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയുടെ മുകളിൽ നിന്ന് വീണതാണോ എന്നൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ബൈജു, തുടരാം. അനുശ്രീ, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമാവുക. പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. അതിൽ ശ്രീനന്ദ എന്ന് പറയുന്ന 15 വയസ്സുകാരി ഏതെങ്കിലും തരത്തിൽ അതിക്രമം നേരിട്ടിട്ടുണ്ടോ എന്നത് അറിയാൻ സാധിക്കൂ. നിലവിൽ നമുക്ക് ലഭിച്ച പ്രാഥമികമായ ഒരു വിവരമനുസരിച്ച് ഈ കൊക്കയിലേക്ക് താഴ്ചയിലേക്ക് വീഴുമ്പോൾ പല പരിക്കുകളും ഉണ്ടായിട്ടുണ്ട്. വസ്ത്രം കീറുന്നത് ഉൾപ്പെടെ ഈ ഒരു കൊക്കയിലേക്ക് വീഴുന്ന സമയത്ത് മരച്ചില്ലകളിൽ തട്ടിയാകാമെന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം നമുക്ക് വളരെ പ്രധാനം, ഈ കുടുംബം പോലും ഇന്നലെ രാത്രി വൈകിയും ആരോപിച്ചത് ഇതിൽ സംശയങ്ങൾ ഉണ്ട് എന്നതാണ്. കാരണം ഇവർ സഞ്ചരിച്ച വഴിയിൽ നിന്നും വളരെ മാറിയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ആ സ്ഥലം നേരത്തെ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു മൃതദേഹം അവിടെ കണ്ടെത്താനും സാധിച്ചില്ല. അങ്ങനെ ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. പക്ഷേ 2 സാധ്യതകളാണ് ഇതിൽ പ്രധാനമായും പോലീസ് പറയുന്നത്. നമ്മൾ പോലീസുമായി സംസാരിച്ചിരുന്നു. പോലീസ് 2 സാധ്യതകളാണ് പറയുന്നത്. അതിൽ ഒന്ന്, ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടിയെ ഇവരുടെ കൂട്ടത്തിൽ നിന്നും ആരെങ്കിലും പിടിച്ചുകൊണ്ടുപോയി വല്ല അതിക്രമവും നടത്തിയോ എന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അതിലൊരു വ്യക്തത വരൂ. രണ്ടാമത്തെ ഒരു സാധ്യത, കുട്ടി ഇവരുടെ കൂടെ യാത്ര ചെയ്ത സമയത്ത് പുറകിലോ മറ്റോ ആയി അങ്ങനെ കാൽ വഴുതി വലിയ കൊക്കയിലേക്ക് പതിച്ചതാകാമെന്ന്. പക്ഷേ അത് അങ്ങനെ പറയുമ്പോഴും പോലീസ് പറയുന്നത് ഇവരുടെ മൊഴി, ഈ കുടുംബത്തിന്റെ മൊഴി, ഈ കുട്ടി കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെയൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. 5:20 ഈ കുട്ടിയുടെ ഒപ്പമുള്ള ഫോട്ടോ എടുത്തിരുന്നു. കൂട്ടത്തിൽ തന്നെ വരുമ്പോൾ ഇവർ സഞ്ചരിച്ചതിൽ നിന്നും വളരെ മാറിയ ഒരു സ്ഥലത്ത് ഈ കൊക്കയിലേക്ക് കുട്ടി എങ്ങനെയാണ് പതിച്ചത് എന്നതാണ് ഒരു ചോദ്യം ഉയരുന്നത്. ഏതായാലും ചില സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അത് നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നാൽ മാത്രമേ അത്തരം കാര്യങ്ങൾ നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കൂ. ഏതായാലും അത് കൃത്യമായി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ തലക്കേറ്റ തലയുടെ വലതുഭാഗത്തേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. മൃതദേഹത്തിന് ഏകദേശം 3 ദിവസത്തിലധികം പഴക്കമുണ്ട് എന്ന് പ്രാഥമികമായും കണ്ടെത്തിയിട്ടുണ്ട്. അത് നേരത്തെ കുടുംബം പറഞ്ഞത് ഈ പഴക്കം 2 ദിവസത്തെ പഴക്കമേ ഉള്ളൂ എന്നതാണ്. പക്ഷേ അത് അങ്ങനെയല്ല. ഒരു പക്ഷേ ചൊവ്വാഴ്ച വൈകിട്ടോ
അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെയോ അങ്ങനെ ഏതെങ്കിലും സമയങ്ങളിലായിരിക്കാം മരണം സംഭവിച്ചത്. കൊക്കയിലേക്ക് വീണ് ഒരുപക്ഷെ മണിക്കൂറുകളോളം അവിടെ സഹായിക്കാൻ ആളില്ലാതെ രക്ഷപ്പെടാൻ കഴിയാതെ അങ്ങനെ കിടന്നിട്ടുണ്ടാകാം. മരണം സംഭവിച്ചത് ബുധനാഴ്ചയാകാം. അതൊക്കെ ഇനി പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു സ്ഥലത്ത് മാണിക്ദാര എന്ന് പറയുന്ന ആ സ്ഥലത്തിന് തൊട്ടടുത്താണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടുന്ന് മാണിക്ദാര കൃത്യമായ പോയിന്റിലേക്ക് പോയാൽ മൊബൈൽ റേഞ്ച് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. അതായത് 7 മണിക്ക് 12:30ക്കാണ് മൃതദേഹം കണ്ടെത്തുന്നത്. 7 മണിയോടുകൂടി മൃതദേഹം ചിക്കമംഗളൂരു ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് എത്തിക്കുന്നു. പിന്നീട് 2 ഡോക്ടർമാരുടെ വിദഗ്ധ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത്. പ്രധാനമായും കുടുംബം ആവശ്യപ്പെട്ടത് കേരളത്തിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സേവനം ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിന് വേണമെന്നായിരുന്നു. പക്ഷെ അത് കർണാടക സർക്കാർ അല്ലെങ്കിൽ പോലീസ് അതിന് തയ്യാറായില്ല. അതിന് പകരം ഇതിന്റെ മുഴുവൻ വീഡിയോയും ചിത്രീകരിച്ച് കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. അത്തരമൊരു നടപടി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ വൈകി 12 മണിയോടുകൂടിയാണ് ശ്രീനന്ദയ്ക്ക് ചിക്കമംഗളൂരു ഇവിടെ നിന്നും വിട നൽകിയത്. വൈകാരികമായ കാഴ്ചയായിരുന്നു, സങ്കടകരമായ കാഴ്ചയായിരുന്നു. അച്ഛൻ രമേശൻ അവിടെ ഈ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അമ്മ രോഹിണി ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും വലിയ സങ്കടത്തോടു കൂടിയാണ് ഇവിടെ നിന്നും ശ്രീനന്ദയെ അവസാന യാത്രയാക്കിയത്. ആ കുടുംബം അവരുടെ കൂടൊപ്പം തന്നെ പോയിട്ടുണ്ട്. 40 പേരടങ്ങുന്ന സംഘത്തിൽ 30 പേർ നേരത്തെ തന്നെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. മറ്റുള്ള 10 പേർ ഇവിടെ കഴിഞ്ഞ 4-5 ദിവസമായി ഇവിടെ തുടരുകയായിരുന്നു. തെരച്ചിലിൽ വ്യാപകമായിരുന്നു. ഏതായാലും വലിയ തെരച്ചിലിനൊടുവിലാണ് ഈ ശ്രീനന്ദയെ കണ്ടെത്താൻ സാധിച്ചത്. ഇപ്പോഴും നമുക്ക് ഇതിൽ പൂർണ്ണമായും സംശയങ്ങൾ മാറിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതിൽ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൃത്യമായ മരണകാരണം വ്യക്തമാകൂ. നിലവിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷവും പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വരുമ്പോഴും കുടുംബം ആരോപിച്ചതുപോലെ വലിയ തോതിലുള്ള അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിൽ ഇനി നമുക്ക് അറിയേണ്ടത് പെൺകുട്ടി 15 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ഈ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അതിക്രമം നേരിട്ടിട്ടുണ്ടോ എന്നത് തന്നെയാണ്. അത് ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരൂ. നിലവിലെ എല്ലുകളൊക്കെ അസ്ഥികളൊക്കെ പൊട്ടിയ നിലയിലാണ്. അത്രത്തോളം വലിയ ഒരു കൊക്കയാണ്. 1500 അടി താഴ്ചയാണ്. 4-5 മണിക്കൂർ എടുത്താണ് മൃതദേഹം പുറത്തേക്ക് പോലും എടുക്കാൻ കഴിഞ്ഞത്. ഇവർ സഞ്ചരിച്ച വഴിയിൽ നിന്നും വളരെ മാറി ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു കൊക്കയിലാണ് ഈ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തത്. അതാണിപ്പോൾ ഒരു സംശയത്തിന് ഇടവരുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധ്യതകൾ ഒരുപാടുണ്ട്. ഇനി ഇത്തരം തട്ടിക്കൊണ്ടുപോയി ഒരു കൊലപാതകം എന്ന നിലയിൽ അല്ലെങ്കിൽ എന്താണ് ശ്രീനന്ദയ്ക്ക് സംഭവിച്ചതെന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ഉത്തരം നൽകാൻ ഇപ്പോഴും നമുക്ക് ഈ ചിക്കമംഗളൂരിൽ നിന്നും അല്ലെങ്കിൽ മാണിക്ദാര ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും ഇപ്പോഴും നമുക്ക് പറ്റാത്ത സാഹചര്യം തന്നെയാണ്. അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. ഏതായാലും ഈ ദുരൂഹതയൊക്കെ അകലണമെങ്കിൽ പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. അത് ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈജു തുടരുക. ഇപ്പോൾ പാലക്കാട് നിന്ന് ശ്രീനന്ദയുടെ വീട്ടിൽ നിന്നും CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, അങ്ങനെ ഇപ്പോൾ ശ്രീനന്ദ വിട പറയുകയാണ്. ഒരു വിനോദയാത്രക്കായി വളരെ സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു ശ്രീനന്ദ. ഇപ്പോൾ കണ്ണീരോടെയാണ് ആ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. കണ്ണീരോടെയാണ് അവളെ സ്വീകരിക്കാൻ ആ നാട്ടുകാരൊക്കെ ഒരുങ്ങിയിരിക്കുന്നത്. എത്ര മണിയോടെയാണ് മൃതദേഹം ഇപ്പോൾ നാട്ടിലെത്തിക്കുക? 10 മണിയെന്ന് പറയുന്നുണ്ടെങ്കിലും ആ സമയത്ത് തന്നെ എത്താനുള്ള സാധ്യതയുണ്ടോ? അനുശ്രീ, ഒരു നാട് മുഴുവൻ ആഘോഷമായിട്ട് വിനോദയാത്രയ്ക്ക് പോയത് തിരിച്ചെത്തുമ്പോൾ ഒരു വിലാപയാത്രയാവുന്ന സാഹചര്യമാണുള്ളത്. നമ്മൾ നിൽക്കുന്നത് ശ്രീനന്ദയുടെ വീടിന് മുൻപിലാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ ഈ ഒരു വാർത്ത കേട്ടറിഞ്ഞ ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 9 മണിക്ക് ശേഷം മൃതദേഹം ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ ഈ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു ദുരൂഹത ഈ ആദ്യഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അപ്പോഴും എങ്ങനെ ഈ ഒരു അപകടം സംഭവിച്ചു എന്ന ചോദ്യമാണ് എല്ലാവർക്കും ഉയരുന്നത്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നതിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നതുണ്ട്. അതുതന്നെയാണ് ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിലനിൽക്കുന്നത്. എങ്ങനെ ഈ ഒരു യാത്രക്കിടെ സംഘത്തിൽ നിന്ന് വേർപെട്ട് ഈ കുട്ടി 1500 അടി താഴ്ചയിലേക്ക് എത്തി, ഈ കുട്ടിയുടെ മൃതദേഹം അവിടെ കണ്ടെത്തി എന്നത് തന്നെയാണ്. മറ്റ് അതിക്രമങ്ങളുടെ ലക്ഷണങ്ങളൊന്നും പ്രാഥമികമായിട്ട് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയില്ലെങ്കിൽ ഇല്ല എന്ന് റിപ്പോർട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നത് തന്നെയാണ് പ്രധാനമായിട്ട് വരുന്ന ചോദ്യം. എന്താണെങ്കിലും ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള ഒരു
പ്രതിസന്ധിയിലാണ് ഈ കുടുംബം. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ നമ്മൾ വീടിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ആളുകളൊക്കെ എത്തി തുടങ്ങുന്നുണ്ട്. പലരും നമുക്ക് മാധ്യമങ്ങൾക്ക് സംസാരിക്കുന്നതിന് പല പരിമിതികളും ഈ ഒരു ഘട്ടത്തിൽ ഇവിടെയുണ്ട്. വീട്ടുകാരുമായി നമ്മൾ ആദ്യഘട്ടത്തിൽ സംസാരിച്ചിരുന്നു. അവർ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അംഗീകരിച്ചു എന്ന തരത്തിൽ തന്നെയാണ് അവരുടെ ഭാഗത്തിന് നിലപാട് ഉള്ളത്. അതിനി 9 മണിയോടെ മൃതദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 10 മണിയോടെ മൃതദേഹം തിരുവില്ലാമല പാമ്പാടി ഐവർ മഠത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ ഉണ്ടാവുക. ഉച്ചയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൊണ്ടുവന്നാൽ അരമണിക്കൂറോളം സമയം മാത്രമേ ഇവിടെ ഉണ്ടാവൂ എന്നാണ് വീട്ടുകാർ അറിയിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും ദിവസത്തെ പഴക്കമുള്ളതുകൊണ്ട് തന്നെ ഒരു പൊതുദർശനം ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന സാഹചര്യം ഈ ഘട്ടത്തിൽ അനുയോജ്യമാകില്ല. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ ചടങ്ങുകൾ പൂർത്തീകരിക്കും എന്നാണ് അറിയുന്നത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് ഇനി വരാനുള്ള പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിശദമായ വിവരങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെയാണ്. എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണ് എപ്പോഴെത്തുന്നുള്ള വിവരം കിട്ടിയോ? 10 മണി കഴിയുന്ന പറഞ്ഞു. 10-10:30 ഉള്ളിൽ എത്തുന്ന പറഞ്ഞു. ഇപ്പോൾ ചുരം ഇറങ്ങാനെന്ന് പറഞ്ഞു. അതേപോലെ 1 മണിക്ക് എടുക്കുന്ന മാതിരി മഠത്തേക്ക് കൊണ്ടുപോകണം. 1 മണിക്ക് എടുക്കുന്ന മാതിരി 1 മണിക്ക് ഇവിടെ 2 മണിക്കൂറോളം സമയം കഷ്ടിക്കില്ലേ? അതുണ്ടാവും. 2 മണിക്കൂറിലധികം ഉണ്ടാവും. 10-10:30 എത്തുന്നുണ്ടാവും. പൊതുദർശനമായിട്ടൊന്നുമില്ല, ഇവിടെ തന്നെയല്ലേ? പൊതുദർശനം തന്നെ 1 മണി വരെ ഉള്ളത്. അല്ല, ഇവിടെ തന്നെയല്ലേ ഉള്ളൂ? സ്കൂളിലേക്കൊന്നും കൊണ്ടുപോകില്ല? ഇല്ല, വേറെ ഇടയ്ക്ക് കൊണ്ടുവന്നു. അവിടുന്ന് വേറെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളും, അതായത് ഈ ദുരൂഹതയൊന്നും ഇല്ലാന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ഉത്തരം കിട്ടാതെ വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ ദുരൂഹത ഇല്ലാന്ന് പറഞ്ഞാലും നമുക്ക് ആരും സംഭവിച്ചു. അതെ, ഫോണൊന്നും ഇല്ലാത്ത കുട്ടിയാണ്. അപ്പൊ പോയിട്ട് സെൽഫി എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അവിടെ. നമുക്ക് മുമ്പിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. 10 മണിയോടെ മൃതദേഹം ഇവിടേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അറിഞ്ഞിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1 മണി വരെ ഇവിടെ തന്നെ മൃതദേഹം ഉണ്ടാകും. അതിനുശേഷം പാമ്പാടി ഐവർ മഠത്തിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകും. അപ്പോഴും ഉയരുന്ന ചോദ്യം, എങ്ങനെ ഈ ഒരു മരണം സംഭവിച്ചു എന്നത് തന്നെയാണ്. അനുശ്രീ. ശരി, സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.